ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു ന്യൂസാണ്. കണ്ണൂരിൽ ലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയെന്ന്. നമ്മുടെ റിയാസ് ഉസ്താദ് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് പറഞ്ഞ ആ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കാം. നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണോ? അതെ, ചോദ്യം നിങ്ങളുടെ തന്നെ. ഉത്തരം പറയാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മക്കൾ ഈ തലമുറയിൽ അപകടകരമായ അവസ്ഥയിലാണെന്ന്. ഓരോ കോളേജിന്റെയും സ്കൂളിന്റെയും ഉള്ളറകളിൽ ലഹരി വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ ലഹരി ഉപയോഗിക്കാനും അത് കച്ചവടം ചെയ്യുന്ന രൂപത്തിലേക്ക് തലമുറ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ ജാഗ്രത. പണ്ടൊക്കെ ഒന്ന് സിഗരറ്റ് വലിച്ചാലോ കള്ളു കുടിച്ചാലോ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ അങ്ങനൊന്നുമില്ല. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. കുട്ടികൾ ഒരു മായാലോകത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു. മാതാവിനെ തിരിച്ചറിയില്ല, പിതാവിനെ തിരിച്ചറിയില്ല, കൂടപ്പിറപ്പുകളെ തിരിച്ചറിയില്ല, സ്വന്തം പെങ്ങന്മാരെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയിൽ അവർ തന്റെ മസ്തിഷ്കം പണയം വെച്ച രൂപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മക്കളെ തിന്മയിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ, അള്ളാഹു എന്ന ചിന്ത കൊണ്ടല്ലാതെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. കള്ളുകൂടി തെറ്റാണെന്ന് ആർക്കറിയാത്തത്? കോടികൾ ചെലവാക്കി ആ കള്ളിൽ തന്നെ പരസ്യം ചെയ്തിട്ടില്ലേ ആരോഗ്യത്തിന് ഹാനികരമെന്ന്? സിഗരറ്റ് വലി അപകടകരമാണെന്ന് ആർക്കറിയാത്തത്? ക്യാൻസർ ഉണ്ടാകുമെന്ന് ഫോട്ടോ അടക്കം വെച്ച് പ്രചരണം നടത്തിയില്ലേ? എന്നിട്ട് ആരായിപ്പോ വിട്ടുനിന്നത്? അപ്പോ തെറ്റാണെന്ന് അറിഞ്ഞാലും അല്ലെങ്കിൽ ഇത്രയും വ്യാപകമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിഞ്ഞാലും ഒരാളുടെയും മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ റസൂലുള്ളാഹിന്റെ കാലത്തില് കള്ളില്ലാത്ത ഒരു ജീവിതമില്ലാതിരുന്ന തലമുറ, ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ മേലെ വെക്കേണ്ടത് മുന്തിരിച്ചെടിയാകണം, അതിന്റെ വേരിങ്ങനെ ഖബറിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോ അതിന്റെ വേരൊന്ന് കടിച്ച് ആ ഒരു മാധുര്യം രുചിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു തലമുറയാണ് കള്ള് കണ്ടാൽ വലിച്ചെറിയുന്ന രൂപത്തിലേക്ക് എത്തിയത്. അത് പറയുന്ന ഖുർആൻ മദ്യനിരോധനം നടത്തിയ സമയത്ത് കള്ളിന്റെ പുഴ ഒഴുകി മക്കയിൽ നിന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അവരെ മാറ്റി ചിന്തിപ്പിച്ചത് ഇതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുമെന്ന ഉപദേശമല്ല, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? അള്ളാഹുവിനെ കൽബിലേക്ക് കയറ്റുന്ന കോലത്തിലാക്കണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഒരല്പം ഒന്ന് വളർന്നാൽ മദ്രസയിൽ വിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പോകാൻ നിങ്ങളുടെ മക്കൾക്കോ? പിന്നെ എങ്ങനെയാണ് ആത്മീയ വഴിയിൽ അവർ തുടർന്നു പോകാൻ സാധിക്കുക? അവർ ഭൗതികത മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മീയത എന്ന ബ്രേക്ക് അവർക്ക് ഇല്ലാതെയായി പോയി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി അള്ളാഹു എന്ന ചിന്ത മക്കളുടെ മനസ്സിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക. അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗവും വലിയ ഭീകരമായ നരകത്തെയും പഠിപ്പിച്ചു കൊടുക്കുക. മുത്ത് റസൂലിനെ പ്രണയിക്കാൻ പഠിപ്പിക്കൂ. അതുകൊണ്ടല്ലാതെ പുതിയ തലമുറയെ മാറ്റാമെന്ന് ഒരാളും വിചാരിക്കേണ്ട. അള്ളാഹുവെ, നിങ്ങളുടെ മക്കളെയൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.